വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുടുംബം എന്നുള്ള സങ്കല്പത്തിലാണ്. പഴയ കാലത്ത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കെട്ടുറപ്പുള്ള ശക്തമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതാണ്. പിൽക്കാലത്ത് അതിൽ വലിയ ക്ഷതങ്ങൾ സംഭവിച്ചു. നമ്മളിപ്പോൾ വിവാഹമോചനമൊക്കെ നടക്കുന്ന കോടതികളിലൊക്കെ മുമ്പ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി കാണുന്ന ഏറ്റവും വലിയ കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ്. ആ വിവാഹത്തിൻ്റെ പവിത്രതയെ നമ്മുടെ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മളൊരു വലിയ മഹാസങ്കല്പമാണ്, വലിയൊരു അനുഷ്ഠാനമാണ് നമ്മൾ ആ ചടങ്ങിലൂടെ നിർവഹിക്കുന്നത് എന്നുള്ള ബോധ്യം വരുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി, കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ആ ഒരു സങ്കല്പത്തെ സ്വീകരിക്കാൻ നമുക്ക് കരുത്തുണ്ടാവും. മൂന്നാമത്തെ പ്രഖ്യാപനം വിവാഹത്തെ സംബന്ധിച്ചാണ്. എല്ലാ വിവാഹകർമ്മങ്ങളും കൃത്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നടത്തേണ്ടതാണ്. ശാസ്ത്രമനുസരിച്ചിട്ടുള്ള ലക്ഷ്മീനാരായണ പൂജ, ഉമാമഹേശ്വര പൂജ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പൂജകൾ, ആ പൂജകളോടുകൂടി അതിൽ വധൂവരന്മാർ നിർബന്ധമായും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ വിവാഹ സങ്കല്പത്തെ ഈശ്വരീയമാക്കി തീർക്കാൻ ഏവരും ശ്രദ്ധിക്കണം.